ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നവംബർ 14 ഇന്ത്യയിൽ ശിശുദിനമായി കൊണ്ടാടുന്നു. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് നവംബർ 14. അദ്ദേഹം ജനിച്ചത് 1889 നവംബർ 14 1964 മെയ് 27 അദ്ദേഹം അന്തരിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നേതാവ്, രാഷ്ട്രീയ തത്വചിന്തകൻ, ഗ്രന്ഥകാരൻ, ചരിത്രകാരൻ എന്നീ നിലകളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തിത്വമായിരുന്നു ജവഹർലാൽ നെഹ്റു. മഹാത്മാഗാന്ധിയുടെ ആശീസ്സുകളോടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഏറ്റവും മുന്നണി പോരാളിയായി മാറിയ ഇദ്ദേഹം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ 1947 മുതൽ 1964 അദ്ദേഹം മരിക്കുന്നതുവരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു. സോഷ്യലിസത്തിലൂന്നിയ നെഹ്റുവിൻ്റെ രാഷ്ട്രീയ ദർശനങ്ങളാണ് 4 പതിറ്റാണ്ടോളം ഇന്ത്യയെ നയിച്ചത്. അദ്ദേഹത്തിൻ്റെ ഏകമകൾ ഇന്ദിരാഗാന്ധിയും ചെറുമകൻ രാജീവ് ഗാന്ധിയും പിന്നീട് ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ പ്രധാനമന്ത്രി സ്ഥാനം വഹിച്ചിട്ടുണ്ട്. നവംബർ 14 ശിശുദിനമായി കൊണ്ടാടുമ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഓർമ്മയ്ക്കായി ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുള്ള ചില നാണയങ്ങളാണ് നമ്മളിന്ന് പരിചയപ്പെടുവാനായിട്ട് പോകുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. 1964 ഇറങ്ങിയ ഒരു 50 പൈസ നാണയമാണിത്. ഇതിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ പേര് ഹിന്ദിയിലാണ് എഴുതിയിരിക്കുന്നത്. ഒരു നിക്കൽ നാണയമാണിത്. 5 ഗ്രാം ഇതിന് ഭാരമുണ്ട്. ഇതിൻ്റെ മറു സൈഡിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ ചിത്രവും അതിൽ എഴുതിയിരിക്കുന്നത് ഹിന്ദി അക്ഷരങ്ങളിലുമാണെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇതേപോലെ തന്നെ മറ്റൊരു നാണയവും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. ഈ നാണയവും 1964 തന്നെ ഇറങ്ങിയിട്ടുള്ള നാണയമാണ്. ഈ നാണയത്തിലെ എഴുത്ത് ഇംഗ്ലീഷിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജവഹർലാൽ നെഹ്റു എന്ന് എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷിലാണ് കാണുവാൻ കഴിയുന്നത്. ഈ നാണയവും 64 ഇറങ്ങിയിരിക്കുന്നത്. നിക്കൽ നാണയമാണ്. 5 ഗ്രാം ഭാരമാണ് ഈ നാണയത്തിന് ഉള്ളത്. 1964 തന്നെ ഇറങ്ങിയിരിക്കുന്ന 1 രൂപ നാണയമാണിത്. ഈ നാണയവും നിക്കലാണ് ഇതിൻ്റെ മെറ്റീരിയൽ. ഇത് ബോംബെ മിൻറ്റിൽ ഇറങ്ങിയിട്ടുള്ള 10 ഗ്രാം ഭാരമുള്ള ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു നാണയമാണ്. മറുവശത്തായി നെഹ്റുവിൻ്റെ ചിത്രം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 1989 ഹൈദരാബാദ് മിൻറ്റിൽ ഇറങ്ങിയ കോപ്പർ നിക്കൽ മെറ്റീരിയൽ ഉപയോഗിച്ചുണ്ടാക്കിയ ഒരു 5 രൂപ നാണയമാണിത്. ഇതും ജവഹർലാൽ നെഹ്റുവിൻ്റെ ഓർമ്മയ്ക്കായി ഇറക്കിയിരിക്കുന്ന ഒരു നാണയമാണ്. 12.5 ഗ്രാം ഭാരമുള്ള ഒരു നാണയമാണിത്. ഇതിൻ്റെ പുറകിൽ സാധാരണയായി നമ്മൾ കണ്ടുവരാറുള്ള ജവഹർലാൽ നെഹ്റുവിൻ്റെ ആ ചിത്രമാണ് ഉള്ളത്. ഈ നാണയം 2014 ഇറങ്ങിയിട്ടുള്ളതാണ്. 125ാമത് ജനനവാർഷികത്തോടനുബന്ധിച്ച് ജവഹർലാൽ നെഹ്റുവിൻ്റെ 125ാമത്തെ ബർത്ത്ഡേയോടനുബന്ധിച്ച് ഇറക്കിയിട്ടുള്ള ഒരു നാണയമാണിത്. നിക്കൽ ബ്രാസ് മെറ്റീരിയലിലുള്ള ഒരു നാണയമാണ്. 6 ഗ്രാം ഭാരം ഈ നാണയത്തിനുണ്ട്. ഇതിൻ്റെ പുറകിൽ നെഹ്റുവിൻ്റെ നമുക്കേവർക്കും സുപരിചിതമായിരിക്കുന്ന ഒരു ചിത്രമാണ് ഉള്ളത്. ഇത്രയും നാണയങ്ങളാണ് നെഹ്റുവിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഇറങ്ങിയിരിക്കുന്ന നാണയങ്ങൾ. ഇതുപോലെയുള്ള നമ്മുടെ രാഷ്ട്രശില്പികളായ അനേക മഹാന്മാരുടെ നാണയങ്ങൾ ഇന്ത്യയിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. ആ നാണയങ്ങളൊക്കെയും കൊമമറേറ്റീവ് സീരീസിലാണ് ഇറങ്ങിയിരിക്കുന്നത്. അവരുടെ ജനനവുമായി ബന്ധപ്പെട്ടോ മരണവുമായി ബന്ധപ്പെട്ടോ അവർ നടത്തിയിരിക്കുന്ന മൂവ്മെൻറ്റുകളുമായിട്ട് ബന്ധപ്പെട്ടോ ഒക്കെയും അനേക നാണയങ്ങൾ ഇന്ത്യയിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. അത്തരം നാണയങ്ങൾ അടുത്ത ദിവസങ്ങളിലുണ്ടാകുന്ന വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നതായിരിക്കും. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. കീപ് വാച്ചിങ്. താങ്ക് യു വെരി മച്ച്.